നമസ്കാരം. ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ പ്രേക്ഷകരോട് പറയാൻ പോണത്. നമ്മുടെ മഹാനടൻ മമ്മൂട്ടി, മെഗാസ്റ്റാർ, അദ്ദേഹത്തിന് ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിച്ച് മറുനാടൻ സാജൻ. ഇത്രയും ദിവസം റൂമറേ ഉള്ളൂ, ഊഹാഭോഗങ്ങൾ. അതായത് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ കട്ട് ചെയ്തു, ദുൽഖർ ഷൂട്ടിങ്ങിന് ചെല്ലണില്ല, അപ്പോൾ ഇവരെവിടെയാണ്, എന്താണ്, അങ്ങനെ സാജൻ സ്കറിയ കുറച്ച് എഫർട്ട് എടുക്കുകയാണ്. ആസ്റ്റർ മിംസിൽ വിളിച്ചു, അതേപോലെ അമൃതയിൽ വിളിച്ച്, ഏതൊക്കെയോ ഡോക്ടേഴ്സിനൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ കുടലിൽ ക്യാൻസർ എന്തുവാണ്, സംഗതി സുഖമില്ലായ്മയുണ്ട്. പക്ഷേ ഞാൻ പറയാൻ പോണ ആരും ഇതൊന്നുമല്ല. കാരണം ഏതൊരു മനുഷ്യനൊരു സ്വകാര്യതയുണ്ട്. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ രാവിലെ നടക്കാൻ പ്രശസ്ത വ്യക്തികളും സെലിബ്രിറ്റികളൊക്കെ വാക്ക്വേയിലൂടെയൊക്കെ നടക്കും. പക്ഷേ ഒരു മനുഷ്യരെ അവരെ മൈൻഡ് ചെയ്യില്ല. കാരണം അത് അവരുടെ സ്വകാര്യ സമയമാണ്. അവർ നടക്കാൻ പോവുകയാണ്. ഒരു മനുഷ്യനെ അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. കേരളത്തിലൊരു സിനിമാ നടൻ നടക്കാൻ ഇറങ്ങി നോക്കട്ടെ, എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? കേരളത്തിലൊരു പ്രത്യേകത കൂടുതലാണ്. അതായത് മുംബൈയിൽ ഞാൻ സിനിമാ നടന്മാർ നടന്നു പോകണ കണ്ടിട്ടുണ്ട്. വല്ലാണ്ടാരും മൈൻഡ് ചെയ്യണം കണ്ടിട്ടില്ല. ചിലപ്പോൾ അവരെ തിരിച്ചറിയാഞ്ഞിട്ടാണ്, അതും അറിയില്ല. പക്ഷെ കേരളത്തിൽ നടക്കില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കയറി തലയിട്ട് ഇളക്കാൻ. ഇപ്പം മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് തന്നെ കൂട്ടിക്കുക. ഇതിങ്ങനെ വലിയൊരു വിഷയമാക്കണം എന്തിനാണ്? അത് മമ്മൂട്ടിനോട് എതിർപ്പുള്ള കൂട്ടരാണ് ഇത് കൂടുതൽ പ്രചരിപ്പിക്കണത്. കാരണം ചില പ്രത്യേക പ്രൊഫൈലാണ് ഇതിങ്ങനെ ആഘോഷമാക്കണത്. ഒരു മനുഷ്യൻ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ്, ഇത് കാണുന്ന ഒരാൾ, നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്ഥിരമായിട്ട് ഛർദി വന്ന് ഡോക്ടർ ടെസ്റ്റുകളൊക്കെ നടത്തി അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ചെറിയൊരു ക്യാൻസറാണ്. ഇത് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിൽ എല്ലാവരും ഇതൊരു ചർച്ചാ വിഷയമാക്കി, അയാൾക്ക് ക്യാൻസറാണ് കുടലിൻ്റെ ഉള്ളിൽ, അയാളുടെ മോൻ വരെ ലീവ് എടുത്ത് നിൽക്കുക. എന്തോ ഒരു വൃത്തികേടാണ് ഒരു മനുഷ്യൻ്റെ അസുഖ വിവരം ഇങ്ങനെ കൊട്ടിപ്പാടുന്നത്. അതേസമയം മമ്മൂട്ടിൻ്റെ അഭിരുചികൾ, ട്രാവൽ ചെയ്യാനുള്ള ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള ഭക്ഷണ രീതി, ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റി അവരുടെ ആരാധകർ അറിയാൻ താല്പര്യമുണ്ട്. മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ശരിക്കൊരു വീട്ടിലെ അംഗത്തിനെ പോലെ, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ള ഒരാളെ പോലെ അത്ര സുപരിചിതനാണ്. ഈ അസുഖമൊക്കെ പ്രചരിപ്പിക്കാന്ന് പറയുക, എന്താണ് അതിൻ്റെ മോട്ടിവേഷൻ? ഞാൻ അറിഞ്ഞെന്തോ അസുഖം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇതൊരു വൃത്തിയായിട്ടൊരു മാധ്യമ പ്രവർത്തനമല്ലേ? എന്ത് പ്രവർത്തിക്കൊരു എത്തിക്സ് ഉണ്ട്. മാധ്യമമായാലും കൊള്ളാം, എന്ത് പണിക്കും. നാലാളെ കൂട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊട്ടിപ്പാടാൻ പാടില്ല. സ്വകാര്യതനെ മാനിക്കണം, അത് പഠിക്കണം. ഇപ്പോൾ ഒരു മാഷ് നടക്കാൻ പോയ കാര്യം എനിക്ക് ഓർമ്മ വരണത്. എനിക്ക് പരിചയമുള്ളൊരു ഹെഡ് മാഷ് എന്നും നടക്കാൻ പോകും. ഇപ്പോൾ ഒരു ദിവസം നടക്കാൻ പോയാൽ അയാളൊരു നിശ്ചിത ദൂരം പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വരും. അപ്പോൾ അയാൾ ഉദ്ദേശിച്ച സമയം കണക്കാവും. അങ്ങനെയാണ്. അങ്ങനെ അയാൾ പോയിട്ട് തിരിച്ച് 2 അടി നടന്നിട്ടുള്ളത്. അപ്പോൾ മാഷിൻ്റെ ഒരു ഓൾഡ് സ്റ്റുഡൻറ്റ് കൊണ്ടുവന്ന് ബൈക്ക് നിർത്തി, മാഷെ കയറ്, മാഷെന്താ നടന്നു പോണേ, പിടിച്ച് വലിച്ച് വണ്ടിമേ കയറ്റി വീടിൻ്റെ അവിടെ കൊണ്ടുവന്നാക്കി. അപ്പോൾ അയാൾ നടക്കാൻ പോയതല്ലേ. അതാണ് സ്വകാര്യത എന്ന് പറഞ്ഞാൽ മാനിക്കില്ല. അതായത് മാഷിനോട് അങ്ങോട്ടൊന്നും പറയിപ്പിക്കണില്ല. സ്നേഹം കൂടുതൽ, വർത്താനം പറഞ്ഞ് മാഷെ പിടിച്ച് കയറ്റി. അപ്പം മാഷ് വിചാരിച്ചെന്നാൽ കുറച്ച് ദൂരം കൂടി പോയിട്ട് തിരിച്ചേണ്ടി വരാം. ടൈം ഇയാൾ ഉദ്ദേശിച്ച ദൂരം ഒന്ന് കവർ ചെയ്യണമല്ലോ. അങ്ങനെ രണ്ടാമത് മാഷ് ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് തിരിച്ച് നടക്കുക. ഏകദേശം മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്, അവിടം വരെ പോയിട്ട് കണ്ട് വന്നാൽ ടാർഗറ്റ് അച്ചീവ് ആവും. അപ്പോണ്ട് വേറൊരു പൂർവ്വ വിദ്യാർത്ഥി കാറ് കൊണ്ടുവന്ന് ക്രോസിലിട്ട് ഡോറ് തുറന്ന്, മാഷ് കയറ്. അപ്പോൾ മാഷ് കയറിച്ച് എന്തോ അത്യാവശ്യ വിദ്യാർത്ഥി കയറി ഡോറടക്കാൻ പറയും. മാഷിനെ അങ്ങോട്ടാണ് പോകണ്ടേ? മാഷ് അന്ന് തന്നെ ചൂരിലെടുത്ത് തല്ലിയില്ലേ, ഞാൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചപ്പോൾ അന്ന് മാഷ് എന്നെ തല്ലി കൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ സത്യസന്ധനായി എന്നൊക്കെ പറഞ്ഞ് നോൺ സ്റ്റോപ്പ് വർത്താനം. മാഷിനെ കൊണ്ട് പറയാനായിക്കല്ല. ഇപ്പം കാറ് മുന്നിക്ക് വിടുക, മാഷ് നടന്നു പോകണ ദിശയ്ക്ക് തന്നെ. അപ്പം മാഷിന് മനസ്സിലായി, ഇവന്ന് ഓഫാക്കിയപ്പോൾ പറയുമ്പോൾ എനിക്കിവിടെ ഇറങ്ങിയാൽ മതി പറയും. എന്ത് ചോദിച്ചേ? ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്.
അയ്യോ മാഷേ സോറി അറിയാം. ഇതാണ് ഒരു മനുഷ്യനും ആ വേഷം കണ്ടാലും ആ നടത്തം കണ്ടാലും മോർണിംഗ് വാക്കിന് പോകണമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കൂടിയില്ല. സ്വകാര്യതയ്ക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. ഇപ്പം മമ്മൂട്ടിനോട് ശത്രുതയുള്ള ആൾക്കാരാണ് ഇത് കൊട്ടിപ്പാടി നടക്കുന്നത്. ചില പ്രത്യേക പ്രൊഫൈലിൽ നോക്ക്, ഞാൻ തമാശക്ക് പറയണതല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ എന്ത് ഇതൊക്കെ ഈ നാട് മുഴുവനും പരസ്യപ്പെടുത്തിയിട്ട് എന്താ നേട്ടം? അസുഖം പെട്ടെന്ന് ഭേദമാകട്ടെ, സുഖം പ്രാപിക്കട്ടെ. അസുഖം എല്ലാവർക്കും വരും. മറ്റൊരുത്തൻ്റെ അസുഖം ആഘോഷമാക്കി മാറ്റൽ ഒരു പ്രത്യേക ഞരമ്പ് രോഗം. സാജൻ സ്കറിയനെ പിന്നെ പറയണ്ട. മമ്മൂട്ടി സാജൻ സ്കറിയ ആലോചിച്ചാൽ കിട്ടും എന്താണത് കൂടുതൽ പരസ്യപ്പെടുത്താനുള്ള കാരണം എന്നൊക്കെ. ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നും അല്ലല്ലോ മറ്റൊരാളുടെ അസുഖം. നമ്മുടെ മാധ്യമ പ്രവർത്തനമൊക്കെ ഇപ്പോൾ എന്തൊരു മറ്റൊരുത്തെ പ്രവർത്തനമായി മാറി. കഷ്ടം. നമസ്കാരം.